കീം പരീക്ഷാഫലം റദ്ദാക്കി എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് കീം പരീക്ഷാഫലം പുറത്തുവിട്ടത്. പക്ഷെ അത് റദ്ദാക്കുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു എന്നതാണ് ഏറ്റവും മാർക്ക് നോർമലൈസ് ചെയ്തതുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നു. ഭാവി എങ്ങനെ മുന്നോട്ട് പോകുമെന്നത് സംബന്ധിച്ച വലിയ ആശങ്ക വിദ്യാർത്ഥികളടക്കം പ്രകടിപ്പിക്കുന്നുമുണ്ടായിരുന്നു. ഒട്ടും അൺഫെയർ ആയ, ഒട്ടും ലോജിക്കൽ അല്ലാത്ത രീതിയിലാണ് ഈ മാർക്ക് നോർമലൈസ് ചെയ്തതെന്ന് അടക്കമുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ടായിരുന്നു. മുന്നോട്ടുള്ള പഠനമടക്കമുള്ള കാര്യങ്ങൾ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും എന്നത് സംബന്ധിച്ച് ആശങ്ക, ഭാവി തുലാസിലായി നിൽക്കുന്നു എന്ന് വിദ്യാർത്ഥികൾ വളരെ വിഷമത്തോടു കൂടി പറയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതിനിടയ്ക്ക് സുപ്രധാനമായ തീരുമാനം വരികയാണ്. കീം പരീക്ഷാഫലം റദ്ദാക്കിയിരിക്കുന്നു. പ്രദീപ് ജോസഫ് വിവരങ്ങളുമായിട്ട്. പ്രദീപ്, എന്താണ് ഈ തീരുമാനത്തിന്റെ വിവരങ്ങൾ? കുട്ടികളാണല്ലോ ഇതിൽ സ്വാഭാവികമായിട്ടും ആശങ്ക ഉണ്ടാക്കുക. എന്താണ് സംഭവിക്കുക? കീം റാങ്ക് പട്ടികയിൽ പുനഃക്രമീകരണം നടത്താനാണ് ഹൈക്കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. സർക്കാരിനെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നത്. റാങ്ക് പട്ടികയിൽ പുനഃക്രമീകരണം നടത്തുമ്പോൾ സ്വാഭാവികമായും നിലവിലെ റാങ്ക് പട്ടിക റദ്ദാക്കപ്പെടുക തന്നെ ചെയ്യുമെന്ന് സാങ്കേതികമായി പറയാൻ സാധിക്കും. വെയിറ്റേജ് സംബന്ധിച്ചും മറ്റുമാണ് നിരവധി പരാതികൾ ഉണ്ടായിരുന്നത്. മാത്രവുമല്ല, CBSE സിലബസുകാരുടെ സംബന്ധിച്ചും പരാതികളുണ്ടായിരുന്നു. വെയിറ്റേജ് സംവിധാനങ്ങൾ അല്ലെങ്കിൽ വെയിറ്റേജ് കൂട്ടുന്ന രീതി മാറ്റിയത് നിയമപരമായി നിലനിൽക്കില്ല എന്നുള്ള പരാമർശത്തോടു കൂടിയാണ് ഹൈക്കോടതി കീം ഫലം റദ്ദാക്കിയിരിക്കുന്നത്. ഉത്തരവിന്റെ കൂടുതൽ വിശദാംശങ്ങൾ വ്യക്തമായി വരുന്നതേയുള്ളൂ. നിരവധി പരാതികളാണ് ഇത് സംബന്ധിച്ച് നേരത്തെ ഉണ്ടായിരുന്നത്. ഏറെ ഹർജികളും മറ്റും ഹൈക്കോടതിക്ക് മുന്നിൽ വരികയും ചെയ്തിരുന്നു. ഇവയാണ് ഇന്ന് പരിഗണിച്ചത്. ഇവ പരിഗണിച്ചാണ് കീം ഫലം റദ്ദാക്കിയുള്ള ഹൈക്കോടതിയുടെ ഉത്തരവ് ഉണ്ടായിരിക്കുന്നത്. റാങ്ക് പട്ടിക പുനഃക്രമീകരണം പുറത്തിറക്കിയതിനു ശേഷം വെയിറ്റേജ് മാറ്റിയത് നിയമപരമല്ല എന്നുള്ള തീരുമാനം കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ നടപടി വന്നിരിക്കുന്നത്. കീം പരീക്ഷാഫലം കോടതി റദ്ദാക്കിയിരിക്കുന്നു. പ്രദീപ് ജോസഫാണ് വിവരങ്ങൾ നൽകിയത്.